അഡ്വക്കേറ്റ് തൊയ്യീബ് ഹുദവിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് നിങ്ങൾ കാണുന്നത്. സുന്നി ആശയങ്ങൾ പിന്തുടരുന്നവരെ മുസ്ലിം ലീഗിൻ്റെ ലേബലിൽ വിളിച്ചു വരുത്തി സലഫി വ്യക്തികളെ കൊണ്ട് മതപരമായ കാര്യങ്ങൾ ക്ലാസ് എടുപ്പിക്കുന്ന പരിപാടി നിർത്തൽ ചെയ്യണം. ഇതിനെ എതിർക്കാൻ സുന്നി സംഘടനകൾക്കും നേതാക്കൾക്കും ബാധ്യതയുണ്ട്. മതവിശ്വാസങ്ങളിലും കർമ്മങ്ങളിലും കയറിക്കൂടാൻ സലഫികൾ ശ്രമിക്കുമ്പോൾ മൗനം പാലിക്കുന്നത് അപകടകരമാണ് എന്നാണ് അഡ്വക്കേറ്റ് തൊയ്യീബ് ഹുദവിയുടെ പോസ്റ്റ്. വളരെ പ്രസക്തമായ ഒരു പോസ്റ്റാണിത്. എന്താണ് ഇങ്ങനെ ഒരു ക്ലാസ് കൊടുത്താൽ പ്രശ്നം എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഇതൊക്കെ ഇത്ര പ്രശ്നമാക്കാനുണ്ടോ, ഒരു ഹജ്ജ് ക്ലാസ് അല്ല എടുത്തത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടാവും. വളരെ ഗുരുതരമായൊരു കാര്യമാണിത്. കാരണം നമുക്കറിയാം, ഇതൊരു പഞ്ചായത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ക്ലാസ് അല്ല. ഏതെങ്കിലും മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ രാഷ്ട്രീയപരമായിരിക്കുന്ന കോൺക്ലേവ് അല്ല, കോൺഫറൻസ് അല്ല, ടേബിൾ ടോക്ക് അല്ല. ഇത് ഹജ്ജിനെ കുറിച്ചുള്ള ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ പാരമ്പര്യ മുസ്ലിങ്ങളായ സുന്നികൾ അവർ വിശ്വസിച്ചു പോരുന്ന വിശ്വാസ ആചാരങ്ങളോട് ഘടകവിരുദ്ധമായതോ അല്ലെങ്കിൽ വക്രീകരിക്കപ്പെട്ടതോ അല്ലെങ്കിൽ പുതിയതായി മോഡിഫൈ ചെയ്യപ്പെട്ടതോ ആയിരിക്കുന്ന ആശയങ്ങളാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ മുജാഹിദുകൾക്കുള്ളത്. അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ മറവിൽ ഈ മുജാഹിദ് ആശയങ്ങൾ 99.9% വരുന്ന ആ സദസ്സിലിരിക്കുന്ന സ്ത്രീകളിലേക്കും ഈ ആശയങ്ങൾ ഇതിലൂടെ കടത്തിവിടാണ്. രാഷ്ട്രീയത്തിൻ്റെ മറവിൽ ഇത് ചെയ്യാണ്. ഇത് ഒന്നെങ്കിൽ കരുതിക്കൂട്ടിയായിരിക്കാം, അല്ലെങ്കിൽ അറിയാതെയായിരിക്കാം. എങ്ങനെയായാലും ഇത് സംഭവിച്ചു പോവുകയാണ്. അവിടെ ക്ലാസ് എടുക്കാൻ ഇഷ്ടം പോലെ നല്ല പണ്ഡിതകളായ സുന്നി പെൺകുട്ടികളുണ്ടല്ലോ. ഇഷ്ടം പോലെ പണ്ഡിതകളായ സുന്നി പെൺകുട്ടികളുണ്ടല്ലോ. ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന എത്ര സുന്നികളുണ്ട്. പക്ഷേ എവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? എന്നിട്ടും അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഉദവി പറയുന്നത് പോലെയാണെങ്കിൽ ഈ മുജാഹിദ് വിശ്വാസിനിയായ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കുന്നതിൻ്റെ താല്പര്യം എന്തായിരിക്കും? എത്രമാത്രം ഗുരുതരമാണ് ഇതെന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഹജ്ജിന് പോകുമ്പോൾ പല കാര്യങ്ങളിലും മുജാഹിദുകൾ ഹജ്ജിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ മദീനയുടെ പ്രാധാന്യമോ മദീനയിലേക്ക് പോകുന്നതിൻ്റെ പ്രാധാന്യമോ മദീനയിൽ സിയാർത്ത് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യമോ ഒന്നും പറയലില്ല. മാത്രമല്ല അവിടത്തേക്ക് പോകൽ വരെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു ടൂറ് എന്ന നിലക്കാണ് മദീനയിലേക്ക് പോകുന്നത്. അതും അവിടുത്തെ പുണ്യം പ്രതീക്ഷിച്ചിട്ടോ ആ ഖബർ സിയാർത്ത് ചെയ്യാനോ ഒന്നുമല്ല. അങ്ങനത്തെ ഒരു ആശയമുള്ള ആൾ ഇത്രയും വലിയ ഒരു സുന്നി വ്യൂഹത്തോട് എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്? മദീനയെക്കുറിച്ച് ഇവർ പറയോ? ഹജ്ജിൻ്റെ ആരാധനകൾ വരുമ്പോൾ ഏത് മദ്ഹബ് പ്രകാരമാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക? ആരാധനാക്രമങ്ങൾ ഇഹ്റാം ചെയ്യുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും ഓരോ കാര്യങ്ങളിലും ഷാഫി മദ്ഹബിൽ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടാണോ ഇവർ പറഞ്ഞു കൊടുക്കുന്നത്? ഷാഫി മദ്ഹബ് അനുസരിച്ചുള്ള ഹജ്ജിൻ്റെ ക്ലാസ്സാണോ കൊടുക്കുന്നത്? സലഫി ആശയപ്രകാരമുള്ള ഹജ്ജിൻ്റെ ക്ലാസ്സാണോ കൊടുക്കുന്നത്? അപ്പോൾ ഇതൊക്കെ മതസംഘടനകൾ ചെയ്യേണ്ട കാര്യമാണ്. അതവർ ചെയ്യട്ടെ. ഇനി മുസ്ലിം ലീഗാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ അവിടെ വന്നിരിക്കുന്ന ആ സദസ്സിലെ 99.9% അല്ലെങ്കിൽ 100% ആ സുന്നികളെ പരിഗണിക്കണം. എന്നിട്ട് സുന്നികളായ പണ്ഡിതകളെ കൊണ്ടുവന്നിട്ട് ക്ലാസ് എടുപ്പിക്കണം. അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും രാഷ്ട്രീയ പാർട്ടിൻ്റെ പരിപാടികളല്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ യോഗങ്ങൾ കൂടാം, അവരുടെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ നടത്താം, അവരുടെ കോൺഫറൻസുകൾ, അവരുടെ ടോക്കുകൾ, ഇതൊക്കെ ചെയ്യാം. രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, പഞ്ചായത്തിൻ്റെ കാര്യങ്ങളിൽ, മുനിസിപ്പാലിറ്റിയുടെ കാര്യങ്ങളിൽ, വികസനങ്ങളുടെ കാര്യങ്ങളിൽ, തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണമെന്ന വിഷയങ്ങളിൽ, ഇത്തരം വിഷയങ്ങളിലൊക്കെ ചർച്ച സംഘടിപ്പിക്കാമല്ലോ. മതപരമായ കാര്യങ്ങൾ അവർ പഠിക്കേണ്ടത് മതപരമായി ആരിൽ നിന്നാണോ അതിന് അർഹതപ്പെട്ടവരിൽ നിന്നാണ്. ഇവിടെ ഏറ്റവും ചുരുങ്ങിയതൊരു വസ്വാസം ഉണ്ടാക്കാനെങ്കിലും ഈ ക്ലാസ്സിന് കൊണ്ട് സാധിക്കും. ഈ സ്ത്രീകളൊക്കെ ഏത് ഗ്രൂപ്പിലാണോ ഹജ്ജിന് പോകുന്നത് അവരുടെ അമീറന്മാരിൽ നിന്ന് കൃത്യമായ ക്ലാസ് ലഭിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ലഭിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു വസ്വാസം ഉണ്ടാക്കാൻ രണ്ട് ആശയങ്ങൾ, ഒന്ന് അന്ന് ഈ സ്ത്രീ എടുത്തത് ഇങ്ങനെയാണല്ലോ, ഇവരെടുത്ത ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, മറ്റേ ക്ലാസ്സിൽ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്,
എന്ന രൂപത്തിലുള്ള ഒരു ആശയക്കുഴപ്പം വരെ ഈ മതപരമായി കൂടുതൽ പഠിച്ചിട്ടില്ലാത്ത സ്ത്രീകളിൽ ഇവരെന്താവും സന്നിവേശിപ്പിക്കാൻ വേണ്ടി ഇവർക്ക് സാധിക്കും. അപ്പോൾ ഇത് ഉദവി പറഞ്ഞത് വളരെ ഗുരുതരമായിരിക്കുന്ന കാര്യമാണ്. മദീനയിലേക്ക് പോകുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആ മദീന സിയാർത്ത് ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നതിനെക്കുറിച്ചൊക്കെ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹോന്നതരായ പണ്ഡിതന്മാർ ഹജ്ജിൻ്റെ ബാബുകളിൽ ഹജ്ജിനെക്കുറിച്ച് പറയുന്ന പ്രത്യേക ഗ്രന്ഥങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതടിസ്ഥാനത്തിലാണ് സുന്നി പണ്ഡിതന്മാരുടെ ക്ലാസ്. മനസ്സിലായോ? അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വേണ്ടാത്ത കാര്യങ്ങൾ തലയിടരുത്. വലിയ ഭീമാബദ്ധമാണ് നിങ്ങൾ ഈ ചെയ്തിരിക്കുന്നത്. അത് തിരിച്ചറിയാൻ പറ്റാത്ത എത്രയോ ആളുകൾ അതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ എങ്ങോട്ടാണ് ഹജ്ജിന് പോണത്? മക്കയ്ക്ക് തന്നെയല്ല ഹജ്ജിന് പോണത് അല്ലേ? ഇവരേതാശയം ഫോളോ ചെയ്യുന്നവരാണ്? ഷാഫി മദ്ഹബ് അനുസരിച്ച് ഹജ്ജിന് പോകാൻ നിൽക്കുന്നവരല്ലേ? അത്തരം അമീർമാരുടെ കീഴിൽ ഹജ്ജിന് പോകാൻ നിൽക്കുന്ന ആളുകളല്ലേ? ഇവർക്ക് ആരാണ് ക്ലാസ് എടുക്കേണ്ടത്? ഷാഫി മദ്ഹബിൻ്റെ പണ്ഡിതന്മാരല്ലേ? ഇവർക്ക് ആരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? സുന്നി പണ്ഡിതന്മാരല്ലേ? പിഴച്ചു പോയ കക്ഷികളിൽ നിന്ന്, ബിദഅത്തിൻ്റെ ആളുകളിൽ നിന്ന് ഇത്തരം ക്ലാസ് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ, മറ്റ് പ്രായോഗികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊന്നും ചിന്തിക്കാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി തലയിടുന്ന രീതി ആണോ? ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെയ്യാനുണ്ട്. ഇത്തരം മതപഠന ക്ലാസ്സുകൾ പണ്ഡിതന്മാർ നടത്തുന്നില്ലേ? സുന്നി പണ്ഡിതന്മാർ നടത്തുന്നില്ലേ? അത് അവർക്ക് വിട്ടുകൊടുക്കല്ലേ വേണ്ടത്. ഇനി ഇവരുടെ ഹജ്ജിൻ്റെയും ഉംറയുടെയും ക്ലാസ്സിൻ്റെ കോലം എന്താണെന്ന് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഒരു മുജാഹിദിൻ്റെ ഒരു ഹജ്ജിൻ്റെ ക്ലാസ് നിങ്ങൾ കേട്ടോളി. അതിൽ പറയുന്നത് ഒന്ന് കേട്ടു നോക്ക്. എന്നിട്ട് ഉംറയ്ക്ക് പോകാനിരിക്കുന്ന, അല്ലെങ്കിൽ പോയി വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഉംറ ചെയ്തിട്ടുള്ള ആളുകളൊന്ന് വിലയിരുത്തണം ഇവരെ. ഏതെങ്കിലും ഹദീസിൽ ഏതെങ്കിലും സഹാബി ഉംറ കഴിഞ്ഞ് വന്നാലോട് എത്രണ്ണം ചെയ്തു? അയാൾ ഞാൻ 20 ചെയ്തു, ഞാൻ 30 ചെയ്തു പറയുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും കാലത്തിനടുത്ത് ചെയ്തത് 3 ഉംറ, 3 യാത്ര പോയി വന്നിട്ട്. ഇപ്പൊ നാട്ടിലെന്താ ചെയ്യുന്നത്? 10 രൂപയുടെ ഉംറയാണ്. ഉംറ ചെയ്യുക, ഡ്രസ്സ് മാറി കുളിക്കുക, 10 രൂപയ്ക്ക് ടാക്സിക്ക് പോവുക, ആയിഷ മസ്ജിദിൽ പോകുക, കുളിക്കുക, മാറുക. അപ്പൊ ഇതൊന്നും സഹാബിയൊക്കെ ഇഷ്ടമുണ്ടായിരുന്നില്ലേ? അവർക്കൊന്നും ഉംറയോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നില്ലേ? ഒരു യാത്ര പോകുക, 20 30 ചെയ്തു പോരാ. എന്താണ് ഇതിന്റെ കൗലെന്താണ്? പഠിക്കണം സുഹൃത്തുക്കളെ. അതേക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. പോകുന്ന ആളുകൾ പലതും നമ്മുടെ നാട്ടിൽ ആകെ ജീവിതത്തിൽ ചിലപ്പോൾ ഒറ്റ ഉംറയ്ക്ക് സാധിക്കുള്ളൂ. ഇത് തന്നെ പോകുന്നത് തുടക്കം കുറിക്കുന്നത് ഇന്ന ശൈഖുനയുടെ ഇന്ന ദർഗയിൽ നിന്നാണ് യാത്ര. പരസ്യം വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് ഇന്ന ദർഗയിൽ നിന്നാണ്. നോക്ക്, നിങ്ങളൊരു ഹജ്ജിൻ്റെയോ ഉംറയുടെയോ ക്ലാസ്സാണ്. ഒരു മുജാഹിദുകാരൻ എത്ര മനോഹരമായിട്ടാണ് വഹാബിസം കടത്തുന്നത്. ഇതാണ് ഹജ്ജിൻ്റെ ഉംറയുടെയും ക്ലാസ്സിൻ്റെ കോലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ഉംറ ആകെ ചെയ്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ ആരും ചെയ്യരുത് എന്നാണ് ഇപ്പോൾ ഇയാൾ പറയുന്നത്. നോക്കി നിങ്ങൾ, എത്രമാത്രം വിവരക്കേടാണ്. ഈ വിവരക്കേട് കേൾക്കാനാണോ ആ അപാലവുദ്രം ഈ ലീഗിൻ്റെ ലേബലിൽ ഈ വേദി സംഘടിപ്പിച്ചിട്ടുള്ളത്? മഹാന്മാരുടെ മസാറുകളിൽ നിന്ന് യാത്ര തുടങ്ങുക എന്നുള്ളത് അവിടുത്തെ ബർക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്, അവിടുന്ന് ദുആ ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു പുണ്യവൃത്തിയല്ലേ? എത്ര മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരാണ് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനൊക്കെ പാരമ്പര്യ മുസ്ലിങ്ങളുടെ ഈ ആചാരങ്ങളൊക്കെ തള്ളിപ്പറയുന്ന, അതിനെ വിമർശിക്കുന്ന ഇത്തരം ഏത് ക്ലാസ്സാണ് നിങ്ങൾ കൊടുത്തതെന്ന് വ്യക്തമാക്കണം. അപ്പോൾ ഇത്തരം പണിയൊക്കെ രാഷ്ട്രീയ പാർട്ടിക്ക് പറഞ്ഞതല്ല. ഓരോരോ സംഘടനകൾ അവർക്ക് അനുയോജ്യമായ ആളുകളെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കട്ടെ. എന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ.